കണ്ണൂർ ചെറുകുന്നിൽ കാറും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 5 പേർ മരിച്ചു. കാറിൽ സഞ്ചരിച്ചവരാണ് മരിച്ചത്. ഫെലിക്സ് ചേരുന്നു നമുക്കിപ്പം. ഫെലിക്സ്, അതിദാരുണമായ ഒരു സംഭവം. എപ്പോഴായിരുന്നു അപകടമുണ്ടായത്? മരിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് രാത്രി 10 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. ചെറുകുന്നിൽ വെച്ച് ഈ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ്. ആ ലോറിയുമായാണ് ഈ കാറ് കൂട്ടിയിടിച്ചത്. കാറ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും എത്ര വലിയ ആഘാതം ഈ അപകടത്തിൽ ഉണ്ടായെന്നത്. കാറിന്റെ മുഴുവൻ ഭാഗങ്ങളും പൂർണ്ണമായും തകർന്നു. കാറിൽ സഞ്ചരിച്ച 5 പേരാണ് മരിച്ചിട്ടുള്ളത്. ഈ 5 പേരും തൽക്ഷണം തന്നെ മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് ഈ കാറ് നാട്ടുകാരാണ് പൊളിച്ച് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഈ 5 പേരുടെ മൃതദേഹം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. തലശ്ശേരി രജിസ്ട്രേഷൻ നമ്പർ KL58 രജിസ്ട്രേഷൻ നമ്പർ കാറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. എന്താണ് അപകട കാരണം എന്ന് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തമല്ല. മാത്രമല്ല, ആരൊക്കെയാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്, മരിച്ചവരാരാണ് എന്ന് സംബന്ധിച്ചുള്ള പേര് വിവരങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഏതായാലും വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത്. കാറ് പൂർണ്ണമായും ഈ അപകടത്തിൽ തകർന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് മംഗലാപുരം ഭാഗത്തു നിന്ന് വന്ന ഈ ലോറിയുമായാണ്, അത് ഗ്യാസ് സിലിണ്ടറുകളുമായി വന്ന ലോറിയാണ്. ആ ലോറിയുമായാണ് ഈ കാറ് കൂട്ടിയിടിച്ചത്. അങ്ങനെയുണ്ടായ അപകടത്തിലാണ് ഈ 5 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നാട്ടുകാരാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പക്ഷേ നാട്ടുകാരെ കൊണ്ട് ഈ വാഹനം പൊളിച്ച് ഈ ഉള്ളിൽ കുടുങ്ങിക്കിടുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫയർഫോഴ്സിന്റെ അടക്കം സഹായം തേടി ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഈ ആളുകളെയൊക്കെ തന്നെ കുടുങ്ങിക്കിടന്നവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏതായാലും ഈ വാഹനത്തിന്റെ ദൃശ്യം കാണുമ്പോൾ തന്നെ അത്ര ഞെട്ടിപ്പിക്കുന്നതാണ്. കാരണം അത്ര വലിയ കൂട്ടിയിടിയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ വാഹനം പൂർണ്ണമായും തകർന്ന് വാഹനത്തിന്റെ ബമ്പർ അടക്കമുള്ള ഭാഗങ്ങൾ തെറിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. അത്ര വലിയ ഇടിയുടെ ആഘാതത്തിൽ ആണ് ഇത്തരത്തിൽ വാഹനത്തിന്റെ ഭാഗങ്ങൾ തന്നെ മറ്റു സ്ഥലങ്ങളിലേക്ക് തെറിച്ച് പോവുകയടക്കം ചെയ്ത്. ഏതായാലും 5 മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ആരൊക്കെയാണെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു കുടുംബമാണ്, ഒരു ഫാമിലിയാണ് ഈ വാഹനത്തിൽ സഞ്ചരിച്ചത് എന്നതാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. തലശ്ശേരി രജിസ്ട്രേഷൻ നമ്പർ കാറാണ്. പക്ഷേ ഈ കാറിനുള്ളിൽ ആര് സഞ്ചരിച്ചു എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടില്ല. മരിച്ചവരെ ഇതുവരെ തിരിച്ചറിയാൻ ഫെലിക്സ് പറഞ്ഞപ്പോൾ തന്നെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവും അത് എത്രയും വലിയൊരു അപകടമാണ്. കാരണം ആ കാറ് കാണാൻ പോലും ഒരു അമ്മാതിരി ആ കാറ് തകർന്നു പോയിട്ടുണ്ട്. ഈ ഇടിച്ച വാഹനം, അതായത് ആ ടാങ്കർ ലോറി, ഗ്യാസ് സിലിണ്ടറുമായിട്ട് വന്ന ലോറി, ആ ലോറി ഡ്രൈവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പരിക്കേറ്റിട്ടുണ്ടോ, എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം? ഈ ഇടിയുടെ ആഘാതത്തിൽ ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ആ പരിക്ക് അത്ര ഗുരുതരമാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും ഈ ഇടിച്ച ശേഷം ഈ പൂർണ്ണമായും ഈ കാർ തകർന്നു പോവുകയാണ് ചെയ്തത്. കാരണം അത്ര വലിയ അപകടമാണ് നടന്നു എന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. അതായത് കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. ആ പാതയ്ക്ക് വെച്ചാണ്, അതായത് പഴയങ്ങാടിക്ക് അടുത്താണ് ചെറുകുന്ന് എന്ന സ്ഥലം. അവിടെ വെച്ചാണ് ഈ ആക്സിഡന്റ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും എന്താണ് അപകട കാരണം, അമിതവേഗമാണോ അല്ലെങ്കിൽ മറ്റെന്താണോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല. ഉടൻ തന്നെ ഫയർഫോഴ്സിൽ അടക്കം നാട്ടുകാർ വിളിച്ചു വരുത്തി. കാരണം ഈ കാറും പൂർണ്ണമായി വെട്ടിപ്പൊളിക്കേണ്ടി വന്നു ഇതിനുള്ളിലുള്ളവരെ പുറത്തേക്ക് എടുക്കാൻ. അങ്ങനെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഈ ആളുകളെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. 5 പേരുടെയും മരണം ഇപ്പോൾ ആശുപത്രി അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ദാരുണമായ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും ആരാണ് മരിച്ചത്, ഈ വാഹനത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്നവരാരൊക്കെ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നുമില്ല. ഏതായാലും സിലിണ്ടറുകളുമായി, ഫെലിക്സ്, ഈ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരിൽ ഇവരിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളാണോ പുരുഷന്മാരാണോ, അങ്ങനെ എന്തെങ്കിലും വിവരം അവർ നൽകുന്നുണ്ടോ? നമുക്ക് മനസ്സിലാക്കുന്ന കുടുംബം, ഒരു ഫാമിലിയാണ് ഈ വാഹനത്തിനുള്ളിൽ സഞ്ചരിച്ചത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പിന്നെ 5 കുടുംബം ഈ വാഹനത്തിനുള്ളിൽ സഞ്ചരിച്ചു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ കുട്ടികളുണ്ടെന്നുള്ള സംശയങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഏതായാലും ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ നൽകുന്ന പ്രാഥമിക വിവരമാണ്. കാരണം ഈ അപകടം അല്പം മുമ്പാണ് സംഭവിച്ചത്. രക്ഷാപ്രവർത്തനത്തിനൊക്കെ നാട്ടുകാർ തന്നെയാണ് നേതൃത്വം നൽകിയത്. ദേശീയപാതയിൽ തന്നെയാണ് ഈ അപകടം ഇപ്പോൾ നടന്നിരിക്കുന്നത്. നേരത്തെയും ഈ പറയുന്ന പാതയിൽ, പ്രത്യേകിച്ച് പഴയങ്ങാടി മേഖലയിൽ ചെറുകുന്നടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അപകടത്തിന് കാരണം എന്ന് സംബന്ധിച്ച
വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല. പക്ഷെ ദാരുണമായ അപകടം തന്നെയാണ്. കാരണം ആ വാഹനത്തിനുള്ളിൽ സഞ്ചരിച്ച 5 പേരും മരിച്ചു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും ഈ 5 പേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. എന്താണ് അപകട കാരണം എന്ന് സംബന്ധിച്ചുള്ള അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിക്കുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്.